എവിടായിരുന്നു ഇത്രയും നാൾ? ക്യാപ്റ്റൻ ജോൺ റിപ്പോർട്ടഡ് സിക്ക്. അതുകൊണ്ട് അന്ന് എനിക്ക് പോകേണ്ടി വന്നു. എങ്ങനെ, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട് കാണാൻ ഞാൻ വന്നപ്പോൾ നീയില്ല. പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിരുന്നു. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എല്ലാവരും ചീത്ത പറഞ്ഞു. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാനിനി എങ്ങും പോവില്ല. Nice. I got you a house of bricks. You made it a home of dreams. Really? Like it? Love it. Come. ഞാനിതുവരെ ഇതിൽ കിടന്നിട്ടില്ല. വൈകിപ്പോയ ആദ്യ രാത്രി. മറ്റു മുറികളൊക്കെ കാണണ്ടേ? വാ. ഇത് നമ്മുടെ മോന് വേണ്ടി. ആഹാ, അപ്പം മോൾക്കോ? ദാ. എങ്ങോട്ടാ ഈ രാത്രിയിൽ? എനിക്ക് പോവാൻ സമയമായി. ഈ രാത്രി നീ എങ്ങും പോകുന്നില്ല. ഈ രാത്രി മുഴുവൻ നീ എൻ്റെ അടുത്ത് വേണം. പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോയേ പറ്റൂ. എന്നെ തനിച്ചാക്കിയിട്ട് നീ പോവോ? ഓക്കെ, പൊയ്ക്കോ. അപ്പോഴേക്കും പിണങ്ങിയോ? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. എന്താ പോരെ? ദേ നോക്ക്, പുഴയിലൂടെ ഒഴുകുന്നത് നിലാവാണ്. അതിനൊപ്പം അരയന്നങ്ങളും. എന്നെ ഒന്നു കൊണ്ടുപോവോ ആ പുഴയിലേക്ക്? എന്നാ പോവാം.
Beautiful. Jay, see this? ഇനിയുള്ള കാലം മക്കളും മരുമക്കളൊക്കെ ആയിട്ട് അമേരിക്കയിൽ അല്ലേ? നീ ഇല്ലാത്ത ഈ വീട്ടിൽ ഒരു നിമിഷം പോലെ എനിക്ക് കഴിയാൻ പറ്റുന്നില്ല. എല്ലാം മറക്കാൻ വേണ്ടിയാ മോനെ ഈ യാത്ര. ഞാനെങ്ങും പോയിട്ടില്ല അമ്മേ, ഞാനിവിടെ തന്നെ ഉണ്ട്. മോനെ അമ്മ ഇവിടെ വിട്ട് പോയാൽ പിന്നെ എന്നെ അയമിക്കാറുള്ളത്. അവളവിടെ ഒറ്റക്ക പുഴക്കരയിൽ. ഇങ്ങോട്ട് വരാൻ ഞാൻ അവളോട് പറഞ്ഞതാ, പക്ഷെ ആ വീട് വിട്ടു വരാൻ അവൾ തയ്യാറല്ല. ഞങ്ങളുടെ സ്വപ്നം ആ വീട്. പക്ഷെ ഒരിക്കൽ പോലും ഒരുമിച്ച് താമസിക്കാനുള്ള ഭാഗ്യമില്ലായിരുന്നു. അമ്മ അവളെ തനിച്ചാക്കരുത്. അവളോട് ഒത്തിരി സ്നേഹം കാണിക്കണം. മോനെ പുറപ്പെടണ്ടേ? 2 മണിക്കൂറെങ്കിലും മുമ്പേ എയർപോർട്ടിലെത്തണം. എന്താ, എന്ത് പറ്റി? ഇന്നലെ രാത്രി നമ്മുടെ മോൻ വന്നിരുന്നു. ആരോ കരയുന്ന പോലെ തോന്നി. കണ്ണു തുറന്നപ്പോ എൻ്റെ അടുത്ത് നമ്മുടെ മോൻ. ഇതൊക്കെ സ്വപ്നമല്ലേ? അത് സ്വപ്നമല്ലായിരുന്നു. നിങ്ങളുടെ കടുംപിടുത്തമല്ലേ എല്ലാത്തിനും കാരണം. പെട്ടെന്ന് കേട്ടപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല. എയർ ഹോസ്റ്റസ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് പിടിച്ചില്ല. പിന്നെ അന്യജാതിക്കാരി. എന്നാലും വഴക്കിട്ടിറങ്ങിപ്പോയത് അവനല്ലേ? എന്തിനാ വീണ്ടും ഒരു കുറ്റപ്പെടുത്തൽ? തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ? അവൻ അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, അതുപോലെ അവളും. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ വിമാന അപകടം, എന്റെ കുഞ്ഞിന്റെ മുഖം പോലും എനിക്ക്. കാൽവരി മൗണ്ടിലേക്ക് വണ്ടി കിട്ടുമോ അമ്മച്ചി? അത് തന്നെയാ മോളെ ഞാനും ആലോചിക്കുന്നത്. ഹലോ, ആകെ പ്രോബ്ലം ആയല്ലോടാ. ഇവിടെ ബസ്സെല്ലാം പണിമുടക്കാം. എനിക്ക് നാളെ രാവിലെ മസ്റ്റായിട്ട് കാൽവരി മൗണ്ടിൽ എത്തിയേ പറ്റൂ. എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ശരി, ഞാൻ നോക്കട്ടെ. ചേട്ടാ, കാൽവരി മൗണ്ട് വരെ ഒന്ന് പോണം. അങ്ങോട്ട് റിസ്ക് ആണ് കുട്ടി. അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്, ആനശല്യവും. പിന്നെ ഈ സമയത്തുള്ള പോക്ക് അത്ര പന്തിയല്ല. ഹലോ എടാ, ഇത് കുരിശാവൂന്നാ തോന്നുന്നേ. അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ആരും സമ്മതിക്കുന്നില്ല. ഒരുത്തൻ സമ്മതിച്ചു. കണ്ടിട്ടെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ശരിയെന്നാ.
കുറച്ച് സ്പീഡിൽ പോ. ഓ അതെ, ഇത്രയും സ്പീഡ് വേണ്ട. മനസ്സിലായില്ലേ? ഇത്രയും സ്പീഡ് വേണ്ടാന്ന്. ഹലോ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇങ്ങനെ പോയി എപ്പെത്താനാ? കുറച്ച് സ്പീഡിൽ പോ. ഹലോ, ആ പറ. ആ, ഞാൻ വന്നോണ്ടിരിക്കുക. കുഴപ്പമില്ല, അവിടെയെല്ലാം ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ, അതുണ്ടല്ലോ അല്ലേ? ആ, അതെന്തായാലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ശരി, എന്നാ ഞാൻ വിളിക്കാം. അവരെ ഒന്ന് കയറ്റിവിടും. അതേ, ആഹാരം വല്ലതും വേണോ? വേണ്ട. ഇനി അങ്ങോട്ട് പോയ കടയൊന്നും ഉണ്ടാവത്തില്ല. പാഴ്സലും വേണ്ടേ? വേണ്ടാന്ന്. ചേട്ടാ, ദോശയുണ്ടോ? ഉണ്ട്. 2 ദോശ, ഒരു ഓംലെറ്റ്. ക്ലൈമറ്റ് കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിജിലൻസ് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സായുധരായി ഇടുക്കി കാടുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. സംഘത്തെ നയിക്കുന്നത് ഒരു വനിതയാണെന്നാണ് റിപ്പോർട്ട്. ആദിവാസികളെയും ഗ്രാമീണരെയും സ്വാധീനിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ഹൈറേഞ്ച് മേഖലകളിലേക്ക്
അവർ നുഴഞ്ഞു കയറുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ആദിവാസി മേഖലകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തും ആഹാര സാധനങ്ങൾ അവരിൽ നിന്നും ശേഖരിക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. AK-47 പോലെയുള്ള ആധുനിക യുദ്ധോപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട പാർട്ടിയാണ്. നോക്കാം. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. നിങ്ങൾ അങ്ങോട്ടാ? ഇവിടെ അവിടെ വെച്ച് കണ്ടല്ലോ. ആ ഇവിടെ കൂടുക. ആ സിഗരറ്റ് ഒന്ന് പുറത്തോട്ട് കളയണം. ഒന്ന് പുറത്തോട്ട് കളയാൻ. നിർത്ത്. അനുവാ വന്നിട്ട് പറയാം. എന്താ ഇവിടെ? വെറുതെ എന്നാ ഉണ്ട്? താഴെ അവന്മാരുണ്ട്. നമ്മുടെ പാർട്ടി എവിടെ? താഴെ ഉണ്ടെന്നേ. ഒരു സീറ്റും കിടന്നു. പോണത്? വണ്ടി നിർത്തൂ. നിങ്ങൾക്ക് എവിടെയാ എത്തേണ്ടത്? അവിടെ ഞാൻ എത്തിക്കും. വണ്ടി നിർത്താൻ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഹലോ കോമ്രേഡ്, ഞാൻ നാളെ രാവിലെ എത്തും. നമ്മളുടെ ഓപ്പറേഷൻസ് ആരും അറിയരുത്. പോലീസ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ആക്രമണങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മളുടെ സാന്നിധ്യം അറിയിക്കണം. നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ഓപ്പറേഷൻസ് അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും തടവിലാവും. ആ, വണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരുന്ന വണ്ടി ഉപയോഗിക്കാം. നിങ്ങൾ അവിടെ തന്നെ കാത്തു നിൽക്കണം. ഞാൻ രാവിലെ തന്നെ അവിടെ എത്തും. വിജയം ആത്യന്തികമായി നമ്മളുടെ കയ്യിലാണ്, അതോർത്ത് പേടിക്കണ്ട. കെ വേണു, രാമചന്ദ്രൻ, ഇവർക്കൊന്നും കഴിയാത്തത് നമ്മൾ നേടിയെടുക്കണം. അജിതയുടെ രക്തം എന്നിലുണ്ടെന്ന് അവർക്കറിയാം. പിന്നെ സ്റ്റീഫനെ വിവരം അറിയിക്കണം. നമ്മുടെ സഖാക്കളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിന് എന്തു വില കൊടുത്താലും, എത്ര റിസ്ക് എടുത്താലും, ഇനിയിപ്പോ ജീവൻ കൊടുത്താലും നമ്മളത് നേടിയെടുക്കും.